നമസ്കാരം. നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തെപ്പറ്റി ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്? ഒരുപാട് കാര്യങ്ങൾ വരും, അല്ലേ? പക്ഷേ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വിലപ്പെട്ട ചില നിധികൾ അവയൊന്നും ഇന്നിവിടെ ഇന്ത്യയിലില്ല. അവയെല്ലാം ബ്രിട്ടനിലാണ്. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഈ അമൂല്യനിധികൾ അങ്ങ് കടൽ കടന്ന് അവിടെ എത്തിയത്? അവ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എവിടെ വരെയായി? നമുക്കതൊന്ന് വിശദമായി നോക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ത്യയുടെ ഏറ്റവും വിലപിടിപ്പുള്ള ചരിത്രനിധികളിലെ നമ്മൾ കേട്ടിട്ടുള്ള കോഹിനൂർ മുതൽ ടിപ്പുവിന്റെ വാളുവരെ, ഇതൊക്കെ ശരിക്കും എവിടെയാണിപ്പോൾ ഉള്ളതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ നിരാശപ്പെടുത്തിയേക്കാം. എന്തായാലും അവയൊന്നും ഇവിടെ ഇന്ത്യയിലില്ല. സത്യത്തില് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അങ്ങ് ബ്രിട്ടനിലാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയുടെ ആദ്യ ഭാഗത്ത് ഈ നഷ്ടപ്പെട്ടുപോയ നിധികളുടെ കഥയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് സ്വന്തം നാട്ടിൽ നിന്ന് പറിച്ചെറിയപ്പെട്ട നമ്മുടെ വിലമതിക്കാനാവാത്ത പൈതൃകത്തിന്റെ കഥ. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഈ വസ്തുക്കളൊക്കെ കടൽ കടന്ന് അങ്ങ് വിദേശത്തെത്തിയത്? നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ എടുത്തു നോക്കാം. നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് അമരാവതിയിൽ നിന്നാണ്. ഒന്ന് കണ്ണടച്ചാലോചിച്ചു നോക്കൂ. ഏകദേശം 2000 വർഷം മുമ്പ് ആന്ധ്രയുടെ മണ്ണിൽ പ്രൗഢിയോടെ നിന്നിരുന്ന ഒരു ഭീമാകാരമായ ബുദ്ധസ്തൂപം. ആ വലിയ സ്തൂപത്തെ അലങ്കരിച്ചിരുന്നത് ബുദ്ധന്റെ ജീവിതത്തിലെ കഥകൾ പറയുന്ന അതിമനോഹരമായ കൊട്ടുപണികളായിരുന്നു. ഇവയാണ് അമരാവതി മാർബിൾസ് എന്നറിയപ്പെടുന്നത്. അപ്പോ ഇത്രയും മഹത്തരമായ ഈ ശില്പങ്ങൾ എങ്ങനെ ലണ്ടനിലെത്തി? കഥ ഇങ്ങനെയാണ്. 1845-ൽ സർ വാൾട്ടർ എലിയറ്റ് എന്നൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഈ സ്തൂപം ഖനനം ചെയ്യുകയാണ്. എന്നിട്ടോ അതിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും മികച്ച കൊത്തുപണികൾ മാത്രം തെരഞ്ഞുപിടിച്ച് അങ്ങ് ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇവ അറിയപ്പെടുന്നത് എലിയറ്റ് മാർബിൾസ് എന്ന പേരിലാണ്. അതുകൊണ്ടാണ് പല ചരിത്രകാരന്മാരും ഇതിനെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലൊന്ന് എന്ന് പറയുന്നത്. കാരണം ആ വലിയ സ്തൂപം അതിന്റെ പൂർണ്ണമായ പ്രൗഢിയിൽ കാണാനുള്ള അവസരമാണ് നമുക്ക് എന്നേക്കുമായി നഷ്ടമായത്. അമരാവതിയുടെ കഥ ഒരു ഉദാഹരണം മാത്രം, അല്ലേ? ഇനി നമുക്ക് ബ്രിട്ടീഷുകാരുടെ പേടിസ്വപ്നമായിരുന്ന മൈസൂർ കടുവ എന്നറിയപ്പെട്ടിരുന്ന ടിപ്പു സുൽത്താന്റെ നിധികളുടെ കഥയിലേക്ക് പോകാം. നമുക്കറിയാം, 1799-ൽ ടിപ്പു പരാജയപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. ടിപ്പുവിന്റെ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണിത്. ടിപ്പുവിന്റെ പുലി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു വെറും ശില്പമല്ല, ഇതൊരു മെക്കാനിക്കൽ ഓട്ടോമാറ്റനാണ്. അതായത് ഒരു യന്ത്രം. അതിന്റെ സൈഡിലുള്ളൊരു കൈപ്പിടി തിരിച്ചാൽ ഒരു ബ്രിട്ടീഷ് പട്ടാളക്കാരനെ ഒരു പുലി കടിച്ചു കീറുന്ന ശബ്ദം, പുലിയുടെ ഗർജനവും ആ പട്ടാളക്കാരന്റെ നിലവിളിയും നമുക്ക് കേൾക്കാൻ പറ്റും. ടിപ്പുവിന് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന കലിപ്പിന്റെ ഒരു പ്രതീകം. ഈയൊരു അത്ഭുതയന്ത്രം ഇന്ന് ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത്. ടിപ്പുവിന്റെ പുലി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ആയുധങ്ങൾക്കും ലോകം മുഴുവൻ ആരാധകരുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വാളിനെ ഈയടുത്തോ ലേലത്തിൽ കിട്ടിയ വില കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. അതെ, ഈയടുത്ത് ലണ്ടനിൽ നടന്നൊരു ലേലത്തില് ടിപ്പുവിന്റെ ആ വാൾ വിറ്റുപോയത് എത്രയ്ക്കാണെന്നറിയോ? ഏകദേശം 140 കോടി രൂപയ്ക്ക്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുരാവസ്തുക്കൾക്ക് ചരിത്രപരമായ മൂല്യം മാത്രമല്ല, എത്ര ഭീമമായ സാമ്പത്തിക മൂല്യം കൂടിയുണ്ടെന്ന്. പക്ഷേ ഈ നഷ്ടങ്ങളുടെ പട്ടിക എവിടെയൊന്നും തീരുന്നില്ല. മധ്യപ്രദേശിലെ ഭോജ്ശാല ക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സരസ്വതി വിഗ്രഹം, അതും ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. ബീഹാറിലെ സുൽത്താൻഗഞ്ചിൽ നിന്ന് കിട്ടിയ ഏകദേശം 1500 വർഷം പഴക്കമുള്ള ഒരു വലിയ ബുദ്ധപ്രതിമയുണ്ട്. അതിപ്പോൾ ബർമിംഗ്ഹാം മ്യൂസിയത്തിലാണ്. ഇനി നാസിക്കിലെ ത്രംബകേശ്വര ക്ഷേത്രത്തിന്റെ അഭിമാനമായിരുന്ന പ്രസിദ്ധമായ നാസക് വജ്രം, അത് ഇന്നൊരു സ്വകാര്യ ശേഖരത്തിലാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ കോണുകളിൽ നിന്നും നമ്മുടെ പൈതൃകത്തിന്റെ ഓരോ ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ആരാണ് ഈ ചരിത്രത്തിന്റെ എല്ലാം യഥാർത്ഥ അവകാശി? ഈ ഒരൊറ്റ ചോദ്യമാണ് ഇന്ന് ലോകമെമ്പാടും നടക്കുന്ന വലിയ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും കാരണം. ഈ വിഷയത്തിൽ പ്രധാനമായും 2 വാദങ്ങളാണുള്ളത്. ഒരു വശത്ത് ഇന്ത്യ പറയുന്നത്, ഇത് ഞങ്ങളുടെ ആത്മാവിന്റെ ഭാഗമാണ്, ഇത് കൊള്ളയടിക്കപ്പെട്ട ഞങ്ങളുടെ പൈതൃകമാണ്, അത് ഞങ്ങൾക്ക് തിരികെ വേണം എന്നാണ്. ഇതൊരു വൈകാരികമായ വാദമാണ്. പക്ഷെ മറുവശത്ത് ബ്രിട്ടന്റെ വാദം കുറച്ചുകൂടി നിയമപരമാണ്. അവർ പറയുന്നത്, ഈ പുരാവസ്തുക്കളെല്ലാം ഞങ്ങളുടെ മ്യൂസിയങ്ങളിൽ ലോകോത്തര നിലവാരത്തിലാണ് സംരക്ഷിക്കുന്നത്. മാത്രമല്ല, ഇവയൊന്നും തിരികെ നൽകുന്നത് ഞങ്ങളുടെ നിയമപ്രകാരം സാധ്യമല്ല എന്നാണ്. ശരി, അപ്പോൾ ഈ വാദപ്രതിവാദങ്ങൾക്കിടയിൽ
നഷ്ടപ്പെട്ട ഈ പൈതൃകം തിരികെ പിടിക്കാനുള്ള ഇന്ത്യയുടെ പോരാട്ടം എവിടെ വരെയായി? അതാണ് നമ്മൾ അടുത്തതായി നോക്കുന്നത്. അതായത് ഇതിനൊരു നടപടിക്രമമുണ്ട്. ആദ്യം ഇന്ത്യ ഔദ്യോഗികമായിട്ട് ഈ പുരാവസ്തുക്കൾ തിരികെ വേണമെന്ന് ആവശ്യപ്പെടും. അതിനുശേഷം അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകൾ നടക്കും. ചില രാജ്യങ്ങൾ ഇത് സമ്മതിക്കും, പക്ഷെ പലപ്പോഴും ഈ ചർച്ചകളൊക്കെ വലിയ തടസ്സങ്ങളിൽ ചെന്ന് അവസാനിക്കുകയാണ് പതിവ്. അതേസമയം ഈ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ചില നല്ല വിജയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉദാഹരണത്തിന് ഓസ്ട്രേലിയയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ ഇന്ത്യയ്ക്ക് തിരികെ നൽകിയിട്ടുണ്ട്. അത് വലിയൊരു പ്രതീക്ഷയാണ്. പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴും ബ്രിട്ടൻ തന്നെയാണ്. കാരണം ഏറ്റവും വലിയ നിധിശേഖരം അവരുടെ കയ്യിലാണല്ലോ. അവരിപ്പോഴും അവരുടെ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്. ഈ ചോദ്യം സത്യത്തിൽ നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ചോദ്യം ഇതാണ്: ഈ ചരിത്രപരമായ വസ്തുക്കൾ അവയുടെ ഉറവിടത്തിലേക്ക് തിരികെ നൽകണോ, അതോ ലോകത്തുള്ള എല്ലാവർക്കും കാണാനും പഠിക്കാനും വേണ്ടി അതിപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ സൂക്ഷിക്കുന്നതാണോ നല്ലത്? അപ്പോ ഒരു ചരിത്ര പുരാവസ്തുവിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം? അത് ജനിച്ചുവീങ്ങ മണ്ണിന്റെ സാംസ്കാരിക സ്വത്തായിട്ട് അവിടെ തന്നെ നിലനിൽക്കുക എന്നതാണോ? അതോ അതിർത്തികൾക്കപ്പുറം ലോകത്തിന്റെ ഒരു പൊതുസ്വത്തായി എല്ലാവർക്കും കാണാനും പഠിക്കാനും അവസരം നൽകുക എന്നതാണോ? ഇതിന് ശരിയോ തെറ്റോറായ ഒരൊറ്റ ഉത്തരമില്ല. പക്ഷേ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്?